അപ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കിയ നല്ല കിടിലൻ ചാള പൊള്ളിച്ചത് നമുക്ക് കാണാം. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു. എന്നിട്ട് നമ്മളുടെ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി തിളച്ച എണ്ണയിലേക്ക് അമ്മ ആദ്യം തന്നെ ഇത്തിരി ഉലുവയിട്ട് പൊട്ടിച്ചു. എന്നിട്ട് നമ്മളുടെ പ്ലേറ്റിലുള്ള ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, വേപ്പില എന്നിവയൊക്കെ ഇട്ടിട്ട് നല്ലോണം വാട്ടിയെടുക്കണം. അമ്മ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്, പെട്ടെന്നൊന്ന് വാടിക്കിട്ടാനായിട്ട്. ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിക്കിട്ടും. ഓക്കെ, സോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ വാടിയ മിക്സിലേക്ക് എൻ്റെ അമ്മ ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടിയും നല്ല മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുകയാണ്. ഇത് ഞങ്ങളുടെ ഫാമിലിയുടെ എരിവനുസരിച്ചാണ് അമ്മ മാനേജ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഈ മൂപ്പിച്ച മിക്സിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ചൂടാവാനായിട്ട് നമ്മളൊന്ന് സമ്മതിക്കാം. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് നമ്മളുടെ ഇതനുസരിച്ചിട്ട് കഴുകി വെച്ചിരിക്കുന്ന പുളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഈ തിളച്ച മിക്സിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചാളക്കുട്ടൻസിനെ അങ്ങോട്ട് വിതറി കൊടുക്കുക. എന്താ രസം! ഇനി എന്താ ചെയ്യേണ്ടത്? ഇതൊന്ന് വെന്ത് വരാനായിട്ട് നമ്മൾ സമ്മതിക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക. നല്ലോണം തിളപ്പിച്ച് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിൻ്റെ വെള്ളം പറ്റിച്ചെടുക്കുക. ഞങ്ങളുടെ ഫാമിലിക്ക് ഇതാണ് പാകം. സോ ഞങ്ങൾ ഇങ്ങനെ ആക്കിയെടുത്തു. ഇത് കിടിലൻ ടേസ്റ്റാണ്. എസ്പെഷ്യലി നമ്മൾ കപ്പയുടെ ഒപ്പവും ചോറിൻ്റെ ഒപ്പമൊക്കെ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ദിസ് ഈസ് ഓസം. സോ ഞങ്ങളുടെ ലഞ്ചിന് മീൻ വറുത്തതും മീൻ കറിയും പടവലങ്ങ തോരനും ഒക്കെയാണ്. സോ ഞങ്ങൾക്ക് ഇത് തന്നെ ഉഷാറാണ്.